ദേവപഞ്ചമി ഭാഗം 31. പുറത്തെ കാറിൽ ചാരി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന പഞ്ചമിയുടെ അടുത്തേക്ക് അവർ ഓടിച്ചെന്നതും പെട്ടെന്ന് അവർക്ക് മുന്നിൽ തടസ്സമായി രണ്ട് ഗാർഡ്സ് നിന്നു. അവരുടെ കയ്യിൽ ഗണ്ണുമുണ്ടായിരുന്നു. അത് കണ്ടതും അവളുടെ അടുത്തേക്ക് ഓടി വന്ന ആ രണ്ട് സ്ത്രീകളും പിന്നിലേക്ക് വേച്ചുപോയി. അപ്പോഴേക്കും ആര്യൻ നടന്ന് അവരുടെ അടുത്തേക്ക് എത്തി. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ് എന്ന്. ഒരു നോട്ടം കൊണ്ടോ ഒരു സ്പർശം കൊണ്ടോ അവളെ വേദനിപ്പിച്ചാൽ കൊന്നു തള്ളും ഞാൻ. ആര്യൻ അത് പറഞ്ഞതും അവരുടെ മുഖത്ത് പേടി നിറഞ്ഞു. അവന്റെ ആ മുഖം കണ്ട് അവർ പേടിയോടെ അല്പം കൂടി മാറി നിന്നു. ആ സമയം ആ വീടിന്റെ മുന്നിലേക്ക് മറ്റൊരു കാർ വന്നു നിന്നു. കാറിൽ നിന്നും ബ്രഹ്മദത്തനും അരുന്ധതിയും ഇറങ്ങി. കാറിൽ നിന്നും ഇറങ്ങിയ ബ്രഹ്മദത്തന്റെ നോട്ടം മുഴുവനും പേടിയോടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പഞ്ചമിയിലായിരുന്നു. അവന്റെ നോട്ടം കണ്ടതും ആര്യൻ പഞ്ചമിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്നാൽ ആ ചേർത്ത് നിൽക്കൽ കണ്ട് ദേഷ്യത്തോടെ അരുന്ധതി ആര്യനെ നോക്കി. അപ്പോഴാണ് മറ്റൊരു കാറ് കൂടി അങ്ങോട്ട് വരുന്നത്. അത് ശ്രേയയുടെ കാറാണ് എന്ന് പഞ്ചമിക്ക് അറിയാമായിരുന്നു. ബ്രഹ്മദത്തൻ ആര്യന്റെ അടുത്തേക്ക് നടന്നു, കൂടെ അരുന്ധതിയും. മുറ്റത്ത് ആളുകളെയും കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പഞ്ചമിയെയും അവളെ ഒരു രക്ഷാ കവചം പോലെ നിൽക്കുന്ന ആര്യനെയും കണ്ടതും ശ്രേയയ്ക്ക് ദേഷ്യം തോന്നി. അവളും അവരുടെ ഒപ്പം തന്നെ വന്നു. അപ്പോ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അല്ലേ? ബ്രഹ്മദത്തൻ ചോദിച്ചതും ആര്യൻ പറഞ്ഞതേ ചെയ്യൂ. അത് മറ്റാരേക്കാളും നിനക്ക് നന്നായിട്ട് അറിയാലോ ബ്രഹ്മദത്ത, ആര്യൻ പറഞ്ഞു. ആ സമയം അവരുടെ അടുത്തേക്ക് ശ്രാവണിന്റെ അമ്മയും നീരജിന്റെ അമ്മയും ഓടി വന്നു. മോനെ, ഇവൻ ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയുന്നു. അതിന് കൂട്ട് ഇവള് നിൽക്കുന്നു. ഒന്നുമില്ലെങ്കിലും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഇവളെ ഞങ്ങൾ നോക്കിയതല്ലേ, ശ്രാവണിന്റെ അമ്മ പറഞ്ഞു. നിങ്ങൾ നോക്കിയ കഥകളൊന്നും പറയണ്ട. അതെല്ലാം നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സിദ്ധാർത്ഥാണ് മുന്നിലേക്ക് വന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് സമയം ഞങ്ങൾ തന്നതാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പ് നിങ്ങളോട് ഇറങ്ങാൻ ഞാനായിട്ട് തന്നെ വന്ന് പറഞ്ഞതാണ്. കോടതിയിൽ നിന്ന് കിട്ടിയ പേപ്പറും നിങ്ങളെ കാണിച്ചതാണ്. ഇനിയും നിങ്ങൾ പോകാൻ തയ്യാറായില്ലെങ്കിൽ അത് കോടതി ലംഘനമാണ്. നിങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരും, സിദ്ധാർത്ഥ് പറഞ്ഞു. ശ്രാവൺ അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ അമ്പാട്ട് തറവാട്, അതിൽ ഇവളുടെ അച്ഛനെ പോലെ തന്നെ അധികാരമുള്ളവർ വേറെയുമുണ്ട്, ശ്രാവൺ പറഞ്ഞു. ആർക്കാണ് അമ്പാട്ട് തറവാട്ടിൽ അധികാരമുള്ളത്? ഈ വീട് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഇവളുടെ അച്ഛൻ പണിതതാണ്. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലം. പിന്നെ യഥാർത്ഥ അമ്പാട്ട് തറവാട് എവിടെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിൽ നിങ്ങൾ അവകാശം പറഞ്ഞോളൂ. അതിൽ അവകാശം ചോദിച്ചുകൊണ്ട് ഞാനോ എന്റെ ഭാര്യയോ അങ്ങോട്ട് വരില്ല, ആര്യൻ പറഞ്ഞു. അത് കേട്ടതും ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും അവനെ നോക്കിയത്. ശ്രാവണും ശ്രാവണിന്റെ അമ്മയും എല്ലാം പിന്നെ നോക്കിയത് പഞ്ചമിയായിരുന്നു. അവളായിരിക്കും ഇത് ആര്യനെ പറഞ്ഞു കൊടുത്തത് എന്നാണ് അവർ കരുതിയത്. എന്നാൽ പഞ്ചമി ഞെട്ടലോടെ തന്നെയാണ് ആര്യനെ നോക്കി നിന്നത്. ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ആ സമയം അവളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. അപ്പൊ സർ, ഇനി ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഞാനും എന്റെ ഭാര്യയും കൂടി ഒന്ന് പുറത്തേക്ക് പോയിട്ട് വീണ്ടും വരും. ആ സമയം ഇവരെ ഇവിടെ കാണാൻ പാടില്ല. എല്ലാം ക്ലിയർ ചെയ്തിരിക്കണം, ആര്യൻ പറഞ്ഞതും ഓക്കെ സർ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. പിന്നെ അവൻ ബോഡി ഗാർഡ്സിനെ നോക്കി. ഞങ്ങൾ വരുമ്പോഴേക്കും എന്ത് പ്രശ്നം വന്നാലും ഇവിടെ ഇവരിൽ ആരും കാണരുത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇവിടെ നിന്നും ഇറങ്ങുമ്പോ ഇവരുടേതായ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ അമ്പാട്ട് ശ്രീനിവാസൻ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു മുട്ടുസൂചി പോലും അവർ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകരുത്. അതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ആര്യൻ ഗാഡ്സിനെ നോക്കി പറഞ്ഞു. യെസ് സർ, ഞങ്ങൾ നോക്കിക്കൊള്ളാം, അവർ വളരെ ബഹുമാനത്തോടു കൂടി പറഞ്ഞു. ആര്യൻ പിന്നെ ചെന്ന് നിന്നത് ശ്രാവണിന്റെയും നീരജിന്റെയും പഞ്ചമിയുടെ വല്യച്ഛന്മാരുടെയും മുന്നിലാണ്. ഇനി ഞാൻ അടുത്തത് വരാൻ പോകുന്നത് അമ്പാട്ട് എക്സ്പോർട്ടിലേക്കാണ്. DP എക്സ്പോർട്ട്, ദേവപഞ്ചമി എക്സ്പോർട്ടിലേക്ക്. നാളെ 11 മണി സമയം അവിടെ നിന്നും നിങ്ങൾ ഇറങ്ങിയിരിക്കണം. നിങ്ങളുടേതായ സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട്. മറ്റൊരു പേപ്പർ പോലും അവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ അധികാരമില്ല, ആര്യൻ പറഞ്ഞുകൊണ്ട് പഞ്ചമിയുടെ അടുത്തേക്ക് ചെന്നു. കയറ് എന്ന് പറഞ്ഞ് കാറിന്റെ ഡോറ് ആര്യൻ തന്നെയാണ് തുറന്നു കൊടുത്തത്. പഞ്ചമി ആരെയും നോക്കാതെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കാറിലേക്ക് കയറി. സിദ്ധു, ആര്യൻ വിളിച്ചതും നീ പോയിട്ട് വാ, ഞാനുണ്ടാവും ഇവിടെ, സിദ്ധാർത്ഥ് പറഞ്ഞു. ആര്യൻ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ
ആ സമയം മുഴുവനും അരുന്ധതിയുടെയും ശ്രേയയുടെയും നോട്ടം ആര്യവീറിലായിരുന്നു. അവിടെ നിന്നും കാർ എടുത്തു കൊണ്ടുപോകുമ്പോൾ ആര്യൻ പഞ്ചമിയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. കുഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നത് ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് തുടച്ചു മാറ്റുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ആര്യൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. എന്താ നിന്റെ പ്രശ്നം? ആര്യൻ ചോദിച്ചു. അവരെ ഇറക്കി വിടുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ തന്നെ അത് നിർത്തിവെക്കാം, ആര്യൻ പറഞ്ഞു. വേണ്ട, ഞാൻ ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ച് ഓർത്തുപോയി. ഒരു ഫോൺ കോൾ വന്നപ്പോ ആരും മരിച്ചെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയതാ എൻ്റെ അച്ഛനും അമ്മയും. പിന്നെ ഞാൻ അറിയുന്നത്. അവൾ വിങ്ങുന്നത് കണ്ടതും ആര്യൻ കണ്ണുകൾ മുറുക്കി അടച്ചു. കരയാനാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാകാം. എന്റെ മുന്നിൽ ഇങ്ങനെ കണ്ണ് നിറച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെന്റെ ഭാര്യയായാലും എന്റെ കുഞ്ഞായാലും എന്റെ മുന്നിൽ കണ്ണ് നിറച്ചു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ആര്യൻ പറഞ്ഞു. പഞ്ചമി വേഗം തന്നെ കണ്ണുകൾ തുടച്ചു. ആര്യന്റെ കാറ് പിന്നെ ചെന്ന് നിന്നത് ഒരു റെസ്റ്റോറന്റിന് മുന്നിലായിരുന്നു. അവൾ അതിലേക്ക് നോക്കി. PK റെസ്റ്റോറന്റ്. അവൾ അതിന്റെ പേരൊന്ന് വായിച്ചു. ഇറങ്ങ, സമയമായി, ഭക്ഷണം കഴിക്കാം, ആര്യൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ സീറ്റ് ബെൽറ്റ് അഴിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി. ഇറങ്ങുമ്പോൾ കാറിന്റെ പിൻസീറ്റിൽ നിന്നും കുഞ്ഞിന്റെ ബാഗ് എടുക്കാനും അവൾ മറന്നില്ല. ആര്യൻ മുന്നിൽ നടന്നു. തൊട്ടുപുറകെ തന്നെ കുഞ്ഞിനെയും എടുത്ത് കുഞ്ഞിന്റെ ബാഗും എടുത്തുകൊണ്ട് അവളും. അവനെ കണ്ടതും അവിടെയുള്ളവരെല്ലാവരും ബഹുമാനത്തോടു കൂടി നോക്കി. അവർ നടന്നു ചെന്നതും ഒരു സ്റ്റാഫ് ഒരു ഗ്ലാസ് ഡോർ തുറന്നു. അപ്പോഴാണ് അതൊരു ലക്ഷറി ഡൈനിങ് സ്പേസ് ആണ് എന്ന് അവൾക്ക് മനസ്സിലായത്. അവിടെയുള്ള ഒട്ടുമിക്ക സീറ്റും ഫില്ലായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു യൂണിഫോം ധരിച്ച ഒരു സ്റ്റാഫ് അവരുടെ അടുത്തേക്ക് വന്നത്. സർ, അവിടെയാണ് എന്ന് പറഞ്ഞ് അയാൾ കൈ കാണിച്ചതും ആര്യൻ നടന്നു. ഒരു ടേബിളിനടുത്തേക്ക് കൊണ്ടുപോയി അയാൾ. ആര്യൻ അവിടെ ഇരുന്നു. പഞ്ചമിയും ആര്യന്റെ അടുത്തായിട്ട് തന്നെ ഇരുന്നു, കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ. അപ്പോഴാണ് അവൾ ആ ഗ്ലാസ് വിൻഡോ വഴി പുറമേയുള്ള കാഴ്ച കാണുന്നത്. പുറമേ ഒരു കടൽ തീരമാണ്. അവൾ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ കുഞ്ഞിനെയും എടുത്ത് ആ കാഴ്ച കാണിച്ചു കൊടുത്തു. കൈ കഴുകിയിട്ട് വരാം, ആര്യൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കൂടെ പഞ്ചമി എഴുന്നേറ്റു. ബാഗ് ആ ടേബിളിലേക്ക് വെച്ച് അവൾ ആര്യന്റെ കൂടെ നടന്നു. വാഷേരിയിൽ പോയി കൈ കഴുകി അവർ തിരിച്ചു വന്നു. അപ്പോഴേക്കും 2 സ്റ്റാഫുകൾ അവരുടെ ടേബിളിന് മുന്നിൽ ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവർ എല്ലാവരും ആര്യനെയും പഞ്ചമിയെയും ശ്രദ്ധിക്കുന്നത് അവൾ കണ്ടു. ഒരു പ്ലേറ്റ് കൊണ്ടുവരണം, ആര്യൻ പറഞ്ഞു. ഓക്കെ സർ. പിന്നെ ആര്യൻ തന്നെയാണ് ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്തത്. പഞ്ചമിയോട് ഒന്നും ചോദിച്ചില്ല. പക്ഷെ അവൻ പറഞ്ഞ വിഭവങ്ങളെല്ലാം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് എന്ന് അവൾ ശ്രദ്ധിച്ചു. ആര്യൻ പക്ഷേ ഒന്നും നോക്കാതെ ഭക്ഷണം ഓർഡർ ചെയ്തതിനു ശേഷം കയ്യിലെ ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പഞ്ചമി ബാഗ് തുറന്നു. കുഞ്ഞിനുള്ള ഫുഡ് എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന് പ്ലേറ്റ് വെച്ചു. അവൾ കുഞ്ഞിന് കൊണ്ടുവന്ന ഭക്ഷണം ആ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് ആ പ്ലേറ്റിലേക്ക് തുറന്നു വെച്ചു. കുറേശ്ശെയായി അവൾ കുഞ്ഞിന് എടുത്തു കൊടുത്തു. കുഞ്ഞിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ പുറമേയുള്ള കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് അവൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കയ്യിലിരിക്കുന്ന കുപ്പിയിലെ പാലും കുഞ്ഞിന്റെ ചുണ്ടോട് ചേർത്ത് വെക്കുന്നുണ്ട്. ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടെ അവന്റെ കണ്ണുകൾ പഞ്ചമിയെയും കുഞ്ഞിനെയും തേടി പോകുന്നുണ്ട്. അപ്പോഴേക്കും ഭക്ഷണം ഓർഡർ ചെയ്തത് എല്ലാം വന്നിരുന്നു. ആര്യൻ അവൾ കുഞ്ഞിന് കൊടുത്തു കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും 2 സ്റ്റാഫുകൾ അങ്ങോട്ട് ഒരു തൊട്ടിലുമായിട്ട് വരുന്നത് പഞ്ചമി കണ്ടു. പഞ്ചമി ആര്യനെ നോക്കി. അവർ കൊണ്ടുവന്ന് പഞ്ചമിയുടെ അടുത്തായിട്ടാണ് ആ തൊട്ടിൽ വെച്ചത്. കുഞ്ഞിനെ അതിലേക്ക് ഇരുത്തിക്കൊള്ളൂ, ആര്യൻ പറഞ്ഞു. ഇത് മോളുടെ തന്നെയാണ്, എന്റെ ഓഫീസ് റൂമിലുള്ളതാണ്, അവൾക്ക് വേണ്ടി വാങ്ങിയത്, ആര്യൻ പറഞ്ഞതും പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ കുഞ്ഞിനെ അതിലേക്ക് ഇരുത്തി. അതിൽ തന്നെ കുറച്ച് കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് കുഞ്ഞ് അതിൽ തന്നെ ഇരിക്കുന്നത് കണ്ടു. ഇനി താൻ സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിച്ചോളൂ, ആര്യൻ പറഞ്ഞു. പഞ്ചമി കുഞ്ഞിന്റെ അടുത്തേക്ക് ചരിഞ്ഞിരുന്നു കൊണ്ട് അവൾ ഭക്ഷണം കഴിച്ചു. ഇടയ്ക്ക് കുഞ്ഞിനെ കളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആര്യൻ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവനും ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൾ വേഗം തന്നെ ചെന്ന് കൈ കഴുകിയിട്ട് വന്നു. അതുവരെ ആര്യനായിരുന്നു കുഞ്ഞിനെ നോക്കിയത്. അവൾ കൈ കഴുകി വന്നതും കുഞ്ഞിനെ എടുത്തു. ആര്യനും പോയി കൈ വാഷ് ചെയ്ത് വന്നതും 2 പേരും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് വരുന്ന ആളെ പഞ്ചമി ശ്രദ്ധിച്ചത്. ഇതന്ന് തനിക്ക് വേണ്ടി സംസാരിച്ച, അല്ല, ശ്രാവണിന് വേണ്ടി സംസാരിക്കണമെന്ന അഡ്വക്കേറ്റ് ആണെന്ന് അവൾ കണ്ടു. അയാൾ അവളുടെ അടുത്തേക്ക് വന്നു.
എന്നെ മനസ്സിലായോ മോൾക്ക്? അയാൾ ചോദിച്ചതും ആ, എനിക്കറിയാം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മോളോട്, അവരുടെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ നീക്കങ്ങളും അവരുടെ കയ്യിലുള്ള രേഖകളും എനിക്ക് ആര്യൻ സാറിനെ ഏൽപ്പിക്കാൻ പറ്റിയത്. അയാൾ വളരെ ബഹുമാനത്തോടു കൂടി ആര്യനെ നോക്കി പറഞ്ഞു. പഞ്ചമി അയാളെയും പിന്നെ ആര്യനെയും നോക്കി. എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ സിദ്ധാർത്ഥ് സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾ പറഞ്ഞു. എന്നോട് പറഞ്ഞു സിദ്ധു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി സർ. ഞാൻ സിദ്ധു സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ എൻ്റെ അത്രയും അടുത്ത സുഹൃത്താണ്. പക്ഷെ ഒരു നിമിഷം എനിക്ക് ഈ മോളെ ഒന്ന് വേദനിപ്പിക്കേണ്ടി വന്നു. എന്നോട് മോള് പൊറുക്കണം. അയ്യോ അങ്കിൾ, വേണ്ട. അങ്കിൾ എന്റെ നല്ലതിന് വേണ്ടിയാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൾ പറഞ്ഞു. ഇനി മോളുടെ കേസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓഫീസിലെ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും സിദ്ധാർത്ഥ് സാറ് നോക്കിക്കൊള്ളും. എന്തിനും ആര്യൻ സാറിനെ പോലെ ഉള്ള ഒരാൾ കൂടെയുള്ളപ്പോൾ മോളിനി ആരെയും പേടിക്കണ്ട. പിന്നെ നന്നായിട്ട് പഠിക്കണം. അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ DP എക്സ്പോർട്ട് എന്ന ആ ബിസിനസ് അത് മോള് ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. എന്തിനും കൂടെ ആര്യൻ സാറുള്ളപ്പോൾ ഒന്നിനും ഭയപ്പെട്ട് പിന്നിലേക്ക് മാറി നിൽക്കരുത്. പിന്നെ ഇനി കോളേജിലേക്ക് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരില്ല. അതിന്റെ കാര്യങ്ങളും ആര്യൻ സാർ ചെയ്തിട്ടുണ്ട്, ഇല്ലേ സർ? എന്ന് മാത്രം ഒരു മോളൽ നൽകി. അവൾ ആര്യന്റെ മുഖത്തേക്ക് നോക്കി. അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാ ഓക്കെ സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ആര്യനോട് അയാൾ പറഞ്ഞുകൊണ്ട് പഞ്ചമിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് അവിടെ നിന്നും പോയി. ആര്യൻ വന്ന് കാറിൽ വന്ന് കയറി, കൂടെ പഞ്ചമിയും. അവർ തിരിച്ച് അമ്പാട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴേ കണ്ടു അവരവരുടെ കാറുകളിലേക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കുന്ന അവളുടെ അച്ഛന്റെ സഹോദരങ്ങളെയും മക്കളെയും. എല്ലാവരുടെയും മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നത് കണ്ടു. കാറിൽ നിന്നും ഇറങ്ങാതെ പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് കാറിൽ തന്നെ ഇരുന്നു. കുഞ്ഞ് ഉറങ്ങി അവളുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നത് കണ്ടതുകൊണ്ട് ആര്യൻ അവളെ വിളിക്കാതെ കാറിന്റെ AC അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. അവനെ കണ്ടതും സിദ്ധാർത്ഥ് അവന്റെ അടുത്തേക്ക് വന്നു. എന്തായി സിദ്ധു? ആര്യൻ ചോദിച്ചു. ഇവിടെ എല്ലാം ക്ലിയർ ആണ്. കുറച്ച് സമയമെടുത്തു നിയമവശങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. മനസ്സിലായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ദേ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങാൻ റെഡിയായി, സിദ്ധാർത്ഥ് പറഞ്ഞു. ആര്യൻ കൈകെട്ടി കാറിലേക്ക് ചാരിക്കൊണ്ട് തന്നെ അവിടെ നിന്നു. അപ്പോഴാണ് ബ്രഹ്മദത്തൻ വീടിന്റെ അകത്തു നിന്ന് ഇറങ്ങി വരുന്നത് അവൻ കാണുന്നത്. കൂടെ അരുന്ധതിയും. ഭാര്യ വീട്ടുകാരോട് ഇത്രയ്ക്ക് ആത്മാർത്ഥതയുണ്ടോ ബ്രഹ്മദത്തന്? സിദ്ധാർത്ഥ് ചോദിച്ചതും ആര്യൻ അവിടെ നിന്നും നടന്ന് ബ്രഹ്മദത്തന്റെ അടുത്തേക്ക് ചെന്നു. കൂടെ അരുന്ധതിയും ഉണ്ട്. ആര്യൻ ബ്രഹ്മദത്തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും ശ്രേയയും ശ്രാവണും ആ വീട്ടിലുള്ള എല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നു. എല്ലാവരും വന്ന സ്ഥിതിക്ക് മറ്റൊരു കാര്യം കൂടി പറയാം. അമ്പാട്ട് ശ്രീനിവാസൻ വാങ്ങിയിട്ടിരിക്കുന്ന ഒരു വീടുകളിലേക്കും നിങ്ങൾക്ക് പോകാനുള്ള അധികാരമില്ല. അവിടെയെല്ലാം എന്റെ ഗാർഡ്സ് ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്നുള്ള വ്യാമോഹത്തിൽ ഇവിടെ നിന്നും ഇറങ്ങണ്ട, ആര്യൻ പറഞ്ഞതും അത് കേട്ട് ഒരു ഞെട്ടലോടെയാണ് പഞ്ചമിയുടെ വല്യച്ഛനും ഭാര്യമാരും പിന്നെ ശ്രാവണിന്റെ അമ്മയും എല്ലാം നിന്നത്. അങ്ങോട്ട് പോകാമെന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു അവർക്ക്. എന്നാൽ ആ വഴിയും അടഞ്ഞിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നാളെ 11 മണിക്ക് അമ്പാട്ട് എക്സ്പോർട്ടിന്റെ മെയിൻ ഓഫീസിൽ എത്തിയിരിക്കണം. നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ഡോക്യുമെന്റ്സും സിദ്ധാർത്ഥിനെ നാളെ ഏൽപ്പിച്ചിരിക്കണം. എന്നിട്ട് വേണം അമ്പാട്ട് എക്സ്പോർട്ടിന്റെ പടി ഇറങ്ങാൻ, ആര്യൻ പറഞ്ഞു. നരേൻ, ആര്യൻ വിളിച്ചതും ഒരു ഗാർഡ് അവന്റെ അടുത്തേക്ക് വന്നു. ആര്യൻ കാറിലേക്ക് നോക്കി. അവനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് പഞ്ചമി. അവൻ കൈകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കാണിച്ചതും അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൾ ആര്യന്റെ അടുത്തേക്ക് വന്നു. ചെല്ല്, അകത്തേക്ക് ചെന്ന് നിനക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്ക്, ആര്യൻ പറഞ്ഞതും പഞ്ചമി അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവരെയും നോക്കി. ദേഷ്യം കൊണ്ട് മുഖമെല്ലാം ചുവന്ന് അവളെ ചുട്ടരിക്കാൻ പാകത്തിന് നോക്കുന്നുണ്ട് എല്ലാവരും. എന്നാൽ ആര്യൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളോട് ഒന്നും പറയാൻ പറ്റാതെ പല്ല് കടിച്ച് നിൽക്കുകയാണ്. നരേൻ, കൂടെ ചെല്ല്, ആര്യൻ പറഞ്ഞതും അവർ മുന്നിലേക്ക് നടന്നു. ഇവിടെ നിന്നും കോളേജ് ഹോസ്റ്റലിലേക്ക് പോയ ആ ദിവസം അവളുടെ മനസ്സിലേക്ക് വന്നു. അച്ഛന്റെയും അമ്മയുടെയും അവസാന നിമിഷങ്ങൾ ഇവിടെയായിരുന്നു എന്നോർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. തോളിൽ കിടന്ന് കുഞ്ഞുറങ്ങുന്നത് കൊണ്ട് അവൾ കുഞ്ഞിനെ വളരെ ശ്രദ്ധയോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് കയറിപ്പോകുന്ന പഞ്ചമിയെ നോക്കി ആര്യനും സിദ്ധാർത്ഥും നിന്നു. അല്പസമയം കഴിഞ്ഞ് പഞ്ചമി പുറത്തേക്ക് ഇറങ്ങി വന്നു. അവളുടെ കൂടെ പോയ ഗാർഡ്സിന്റെ കയ്യിൽ
ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. പഞ്ചമി ആര്യനെ ഒന്ന് നോക്കി. എല്ലാം ഉണ്ടോ? ആര്യൻ ചോദിച്ചു. എനിക്ക് വേണ്ടപ്പെട്ടത് ഉണ്ടായിരുന്നു, അവൾ പതിയെ പറഞ്ഞു. അതെന്താണെന്ന് ആര്യന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാറിലെ പിൻ സീറ്റിലേക്ക് വെച്ചേക്ക്, ആര്യൻ ഗാർഡിനോട് പറഞ്ഞതും അയാൾ അത് കൊണ്ടുപോയി വെച്ചു. നരേൻ, ആര്യൻ വിളിച്ചതും ആ ഗാർഡ് വീണ്ടും അവന്റെ അടുത്തേക്ക് വന്നു. ഇവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വീട് ക്ലീനിങ്ങിനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കുക. ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ് അമ്പാട്ട് തറവാടിന്റെ താക്കോൽ പുലിക്കാട്ടിൽ മാൻഷനിൽ എത്തിയിരിക്കണം, ആര്യൻ പറഞ്ഞു. ഓക്കെ സർ എന്ന് അയാൾ ബഹുമാനത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറി നിന്നു. സിദ്ധു, ആര്യൻ വിളിച്ചതും നീ പോയിക്കോളൂ, ഞാനും ഉറങ്ങാണ്, എന്റെ ആവശ്യവും ഇവിടെ കഴിഞ്ഞു, ഞാൻ എന്തായാലും വൈകിട്ട് മാൻഷനിലേക്ക് എത്തിക്കൊള്ളാം, സിദ്ധാർത്ഥ പറഞ്ഞതും ആര്യൻ അവിടെ നിന്നും കാറിലേക്ക് കയറാനായി വന്നു. ആര്യവീർ പുലിക്കാട്ടിൽ, ഒന്ന് നിന്നേ. പെട്ടെന്ന് അവിടെ ബ്രഹ്മദത്തന്റെ ശബ്ദം മുഴങ്ങി. ആര്യൻ കാറിന്റെ ഡോറ് തുറന്നു പിടിച്ചുകൊണ്ട് തന്നെ ബ്രഹ്മദത്തനെ നോക്കി. കാറിലിരുന്നു കൊണ്ട് പേടിയോടെയാണ് പഞ്ചമി ആര്യനെയും അവന്റെ അടുത്തേക്ക് വരുന്ന ബ്രഹ്മദത്തനെയും നോക്കിയത്. ഈ കാണുന്നത് നിന്റെ ആദ്യത്തെ ആവേശമാണ്, പക്ഷേ ഈ ആവേശം കെട്ടടങ്ങാൻ അധികം സമയമെടുക്കില്ല. പിന്നെ ഇതിന്റെ പേരില് ഒന്നും പോകാനില്ല ഇവർക്ക്, ഇവരുടെ കൂടെ ഞാൻ ഉള്ളിടത്തോളം, ബ്രഹ്മദത്തൻ പറഞ്ഞതും അതെ ബ്രഹ്മദത്ത, നീ ഉള്ളതാണ് ഇവരുടെ തോൽവി, നീ ഇല്ലെങ്കിൽ ഇവർക്ക് ഇത്രയധികം തോൽവി ഉണ്ടാകില്ല. ഉണ്ടാകും, പക്ഷെ ഇത്രയധികം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വെല്ലുവിളിക്കാം, പക്ഷെ അത് ആരോടാണെന്ന് നോക്കിയിട്ട് വേണം വെല്ലുവിളിക്കാൻ, തോൽക്കാനായിട്ട് മാത്രം വെല്ലുവിളിക്കരുത്, അവന്റെ അടുത്ത് നിന്ന് സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് അവനും അവന്റെ കാറിലേക്ക് വന്ന് കയറി. പകയെരിയുന്ന മുഖത്തോടെ അവിടെ നോക്കി നിന്നു ബ്രഹ്മദത്തനും അരുന്ധതിയും ശ്രാവണുമെല്ലാം. ആര്യന്റെ കാറ് പോയതിന്റെ പുറകെ തന്നെ സിദ്ധാർത്ഥിന്റെ കാറും ഗേറ്റ് കടന്നു പോയി. ഇനി എല്ലാവരും പുറത്തേക്ക് പോണം, ആര്യന്റെ ഗാർഡ്സ് വന്ന് പറഞ്ഞതും എല്ലാവരും അവരെ ഒന്ന് നോക്കി, പിന്നെ കാറുകളിലേക്ക് കയറി. അവിടെ നിന്ന് പോകുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ആര്യനോടും പഞ്ചമിയോടും ഉള്ള ദേഷ്യവും പകയും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടാ, ഇങ്ങനെ തോൽക്കുന്നത് എന്താണ് നമ്മള്? അരുന്ധതി ബ്രഹ്മദത്തനോട് ചോദിച്ചതും കുറെ നാള് നമ്മൾ ജയിച്ചു നിന്നില്ലേ, ഇപ്പോ അവന്റെ സമയമാണ്, പക്ഷെ ഈ സമയവും കഴിഞ്ഞു പോകും, പിന്നെയും നമുക്ക് ജയിക്കാനായിട്ട് അവസരങ്ങൾ മുന്നിൽ വരും, ബ്രഹ്മദത്തൻ പറഞ്ഞു. ആ സമയം ബ്രഹ്മദത്തന്റെ മനസ്സിൽ വന്നത് പഞ്ചമിയുടെ മുഖമായിരുന്നു. കാറിൽ ചാരി താൻ വന്നിറങ്ങുമ്പോൾ അവളെ കണ്ട ആ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യം മാറുന്നത് പോലെ അവന് തോന്നി. അവളെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ശ്രാവണിന്റെ അടുത്ത് നിന്ന് എങ്ങനെയും അവളെ തട്ടിയെടുക്കാമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ ചെന്ന് പെട്ടിയിരിക്കുന്നത് പുലിക്കാട്ടിൽ ആര്യവീറിന്റെ കയ്യിലാണ്. അത്ര പെട്ടെന്ന് അവളെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് ബ്രഹ്മദത്തന് അറിയാമായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടേ. പിന്നെ അടുത്ത സ്റ്റോറി എപ്പോഴാ തരാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്നെന്റെ ബർത്ത്ഡേയും പിറന്നാളും രണ്ടും ഒരുമിച്ച് വന്ന ദിവസമാണ്. ഞാൻ അമ്പലത്തിൽ പോവാണ്, അതുകൊണ്ട് ഉടനെ ഞാൻ മാക്സിമം നേരത്തെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അടുത്ത സ്റ്റോറി. അപ്പൊ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.